ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. ഉരുത്തൂര് അമ്മേൻ്റെ അമ്മമ്മ കേട്ടോ, എൻ്റെ മുത്തശ്ശി അങ്ങോട്ടേക്ക് പോകാമെന്ന് കുട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് പോയിട്ടില്ല, അതുകൊണ്ടൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. അമ്മയുണ്ട്, ഞാനുണ്ട്, കുട്ടുമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞാൻ ഇടുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു സമയവും കിട്ടുന്നില്ല, അതെല്ലാം കൊണ്ടാണ്. അപ്പോൾ ആനിവേഴ്സറി വീഡിയോ അങ്ങനെയുള്ള എല്ലാവരും കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ വീടിൻ്റെ മുമ്പിൽ പാലം വറുക്കുന്നുണ്ട്, കുറച്ച് അങ്ങോട്ടേക്ക്. അതിൻ്റെ സൗണ്ടാണ് ഭയങ്കരമായിട്ട് കേൾക്കുന്നത്. കാണിച്ചു തരാം. കണ്ടോ ഇടുന്നാണ് കേട്ടോ. ഇവിടുന്ന് പാലം വറുക്കുന്നതിൻ്റെ എല്ലാം സിമൻറ്റും അതെല്ലാം കുഴക്കുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ട് നിന്നാണ് പാലം വറുക്കുന്നത്. അപ്പം അതിൻ്റെ സൗണ്ടായിരിക്കും ഭയങ്കരമായിട്ട്. അങ്ങനെ നമ്മളിത് അമ്മോൻ്റെ വീട്ടിലെത്തി കേട്ടോ. അമ്മേൻ്റെ അമ്മോനാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ അമ്മോൻ്റെ അടുത്തേക്ക് വന്നു. അമ്മോന് കുറേ പശുവെല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾ പോയി നോക്കുന്നു അങ്ങോട്ടേക്ക്. സാധാരണ 1 മണിക്ക് വരലുണ്ട്. ഇന്നിപ്പോ കഞ്ഞിയല്ല അവര് വെക്കാറുണ്ട്. അതിന്റെ അമ്മ പശുവിന് ദേഷ്യം വരുന്നുണ്ട്. ചവിട്ടാ നോക്കുക. ഞാനായിട്ടാ അമ്മേൻ്റെ വീട്. അപ്പോൾ ഒരുപാട് ചാണക വളമെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അമ്മേൻ്റെ വീട്ടിൽ. കുട്ടുവിന് ഭയങ്കര സ്നേഹം. ഇതിൻ്റെ പേരെന്നാ? ഇതിൻ്റെ പേര് കുട്ടുവിൻ്റെ പേരും കുട്ടൻ. എൻ്റെ അപ്പ അതിനെ വീട്. അതിൻ്റെ അമ്മ ഒറ്റക്കണ്ണിട്ട് നോക്ക് നോക്കിയേ. നിന്റെ കുട്ടീനെ അതാ ഉപദ്രവിക്കുന്നു. പാവ കുട്ടി നോക്ക് നോക്കിയാ ഒറ്റക്കണ്ടിട്ട്. എൻ്റെ അമ്മേ, അമ്മമ്മ നല്ല വൃത്തിക്ക് നോക്കും. മാറ്റിക്കൂട്ടു. അടുത്തെന്നാ കൊടുക്കുന്നതിന് കഴിക്കേ? നമ്മളങ്ങനെ ഇന്ന് അമ്മോൻ്റെ വീട്ടിൽ വന്നിട്ട് അവളെ കുറേ നാളായി അമ്മോൻ്റെ വീട്ടിൽ വരണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ജിഷ്ണുവിനെയും കൂട്ടിയിട്ട് നമ്മൾ വന്നിട്ടില്ലേനോ, അതുകൊണ്ട് പിന്നെ അമ്മോനെയും കണ്ടുവന്ന് വീടെല്ലാം കണ്ടിട്ട് അമ്മായി വന്നില്ല. അമ്മായി തൊട്ടപ്പുറം പോയിട്ടുണ്ട്, വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ല വരുന്നുണ്ടെന്ന്. പിന്നെ അതുകൊണ്ട് അമ്മോനെ ഇരുന്ന് ചൊറിയാക്കുന്നുണ്ട്. എന്നാ പറയാണ്ട് വന്നിനെന്ന് പറയാ. എന്നാ പറയണ്ടപ്പാ, അമ്മേൻ്റെ എല്ലാമാണ് അമ്മോനും അമ്മായിയും അല്ലേ. അമ്മോന് ആണ് നമ്മളെ എല്ലാം നോക്കിയാക്കിയത്. അമ്മോനും അമ്മായിയാണ്, അങ്ങനത്തെ ഒരു അമ്മായിയാണ് നമ്മളെ. പിന്നെ ഇപ്പം അങ്ങനെ വിചാരിക്കുമ്പോൾ വരാനൊന്നും പറ്റുന്നില്ലപ്പാ. എന്നാലും അങ്ങനെ വന്നെയാണ് അമ്മനെ കാണാൻ. അമ്മന് പശുവെല്ലാം ഉണ്ട്. ഞാൻ പശുവിനെ കാണിച്ചു. ഇതാണ് അമ്മൻ്റെ വീട്. പശുവുണ്ട്, ഒരു കുട്ടി പശു, ഒരു അമ്മ പശു. ഹലോ, അപ്പോൾ ഇതാണ്ട് ഏച്ചിൻ്റെ മോളാണ് കേട്ടോ. ഇവിടെ ഒരു പാട്ട് പാടി തരുവാ, ഒരു 2 വരി. ഓക്കെ, 1 2 3 വേഗം പാട്ട് പാടി. കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും അനുരാഗവതേ നിൻ ചൊടിക്കുന്നു ആലിപ്പഴം പോയി നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിലെ നിരവധിയോളങ്ങൾ ഇത് കുഞ്ഞാവിയും വാവിയേട്ടാ അല്ലേ? കുഞ്ഞാവ് രണ്ടാളും ഭയങ്കര നീളെല്ലാം വെച്ചുപോയി. ഇത് രണ്ടാളും എൻ്റെ ഏച്ചീൻ്റെ മോളെ കുട്ടികളാണ്. ട്വിൻസാണ് രണ്ടാളും. പിന്നെ
ഇവര് പെരുവങ്ങൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ കുഞ്ഞാവ് എത്രയിലാന്ന്? 4ാം ക്ലാസ്സിലാ? ഇനി 5ലേക്ക് രണ്ടാളും അല്ലേ? നല്ലോണം പഠിക്കും രണ്ടാളും. പഠിപ്പിനും അതുപോലെ തന്നെ ഡാൻസ് പരിപാടി, കലാകായിക പരിപാടിക്കെല്ലാം നല്ല മിടുക്കന്മാരാണ് രണ്ടാളും. വരുന്ന വഴിക്ക് നമ്മളിതാ നമ്മളെ കടയാന്ന് കേട്ടാ. അപ്പം നമുക്ക് കൊടുത്താണ് പാടക്ക് വരുന്നതാണ്. അമ്മ ഇവിടുന്ന് കിട്ടിയേ? ഇവിടുന്ന് 2 കൊല കൊത്തി വണ്ടിയിൽ വെച്ചു. കത്തിയാലെടുത്തിട്ടാ അമ്മ വന്നെ. ഇതെല്ലാം എൻ്റെ അച്ഛൻ കൊത്തിയിട്ട് കൊണ്ട് തരുന്നതാണ്. അപ്പൊ ഇത് ഉച്ച സമയാന്ന്. കത്തിയാൾ എടുത്തിട്ട് ചോന്ന സാരി ഇട്ടിട്ട് പോന്നു. ഭദ്രകാളിയൊന്നും വിട്ടു. അമ്മ കറക്റ്റ് ചോന്ന സാരിയോ? അമ്മ എന്തെങ്കിലും ആവുക? അമ്മക്കെന്നെ പേടിയായി. വീഡിയോടെ നീ ഇങ്ങനൊന്നും പറയില്ല എന്നാ പറയുന്നു. അപ്പൊ നമ്മളെ പറമ്പത്തേക്ക് പോവാന്ന് കേട്ടാ. കുട്ടൂനെ കാണിക്കാൻ വേണ്ടിട്ട് അമ്മ ഇതാ വീട്ടിൽ പോയിന്ന്. കാടാണ്, അങ്ങോട്ട് പോവാൻ പറ്റൂല. പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടാണ്. അമ്മ പഠിച്ചിനാ ഇവിടെ ഇരുന്നിട്ടാ പഠിക്കല്. എനിക്കും ഇഷ്ടം ഇങ്ങനെ ഇരുന്നിട്ട് പഠിക്കുക. നമ്മള് റബ്ബറിന്ന് അമ്മ പഠിക്കല്. ഞാനും മാഗിയും കമ്പനി. അമ്മ പോണ്ടേ? നമ്മളെ പറമ്പ് അണ്ടിമാങ്ങ, കശുമാങ്ങ, അങ്ങനെന്നാ പറയാറിയില്ല. ഇത് പറിക്കുന്നു. അമ്മ ഒന്ന് കാണിച്ച. എൻ്റെ അമ്മ ഇത്രയും കിട്ടിയാ? ഇഷ്ടം പോലെ അണ്ടി മാവലുണ്ട്, മാങ്ങയുണ്ട്, കശുമാങ്ങ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് തിന്നാൻ. ഇതാണ് നമ്മുടെ പഴയ കാലത്തെ അനുഭവം ഓർമ്മ വരുന്നത്. ഇതിനെക്കൊണ്ട് എനിക്ക് ഒലച്ചിയാക്കി തരത്തുണ്ട്. അല്ല, ഒലച്ചേൻ്റെ അല്ല, നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ മാവന്തോട്ടത്തമ്മല് വന്നിട്ടാണ് പഠിക്കുക. ചെറിയ മാവാണ്. അതുകൊണ്ട് വന്ന് ഇരുന്നിട്ടാണ് പഠിക്കുക. കവറ്റുമ്പിൽ ഇത് കേട്ടാ. അതെ അതെ. എന്നാ പിന്നെ വരാട്ടാ അമ്മമ്മ. പിന്നെ വരൂ കേട്ടാ. നോക്കട്ടെ കേട്ടാ. നോക്കണേ. പോവാട്ടാ അമ്മമ്മ. ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒന്ന് ഊരത്തൂരേക്ക് പോയതാണ് അമ്മമ്മേനെ കാണാനും പിന്നെ ഒന്ന് പറമ്പെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം പോയതിന് ശേഷം നമ്മൾ പറമ്പൊന്നും അങ്ങനെ നോക്കാനൊന്നും പോക്കില്ല. കാരണം ഞാനും അമ്മയും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇതിനായിട്ടനോ പിന്നെ ഏട്ടനോ ഉള്ളപ്പോൾ മാത്രമേ നമുക്കിങ്ങനെ വണ്ടിയിലുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനും വരാനും എല്ലാം നോക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പറമ്പിലെല്ലാം പോയി. പിന്നെ കുട്ടൂനെല്ലാം കാണിച്ചെല്ലാം കൊടുത്തേട്ടാ. നമ്മളെ പറമ്പും കാര്യങ്ങളെല്ലാം കാണിച്ചെല്ലാം കൊടുത്ത് അമ്മമ്മേനെല്ലാം കണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വേഗം വന്നേട്ടാ. പിന്നെ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. വന്ന് ഞാൻ നേരെ ആറ്റടുപ്പിലേക്ക് കണ്ണൂരേക്ക് വന്നു. അമ്മേനെ അവിടെ പവനൂരാക്കി. നമുക്കൊരു ആനിവേഴ്സറി സെലിബ്രേഷനെല്ലാം ഉണ്ടായിരുന്നു വീട്ടിനടുത്ത്, എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ. അപ്പം അമ്മ അങ്ങനെ അതിനെല്ലാം പോയി. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.